നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യം 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചതിനോടൊപ്പം ആൽഫ സെന്ററുകളും ദിനാചരണം സംഘടിപ്പിച്ചു. എടമുട്ടം ആൽഫ ആശിഷ് കെയർ ഹോമിൽ ദിനാഘോഷത്തിന് ചെയർമാൻ KM നൂറുദ്ദീൻ പതാക ഉയർത്തി. കെയർ ഹോം അംഗങ്ങളും സ്റ്റാഫുമടക്കം നിരവധി പേർ പങ്കെടുത്തു. ആൽഫ പുനലൂർ സെന്ററിൽ രക്ഷാധികാരി ജോൺ തോമസ് പതാക ഉയർത്തി. പ്രസിഡന്റ് അനിൽകുമാർ S, സെക്രട്ടറി സലീം കുട്ടി, വൈസ് പ്രസിഡന്റ് നാജു, കമ്മിറ്റി അംഗങ്ങൾ, സ്റ്റാഫ് തുടങ്ങിയവർ പങ്കെടുത്ത റാലിയും ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ ലിങ്ക് സെന്ററിൽ സെക്രട്ടറി CS തിലകൻ പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് PK റഹീം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. EV രമേശൻ, ഫസീല ടീച്ചർ, കരീം വേണാട്, കമ്മിറ്റി അംഗങ്ങൾ, സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. താഹ, ജമാൽ തൊടുപുള്ളി, ഫാത്തിമ ടീച്ചർ, അബു, മാഹിൻ കുട്ടി, നസീർ പടിയത്ത് എന്നിവർ നേതൃത്വം നൽകി. എടത്തിരുത്തി സെന്ററിൽ പ്രസിഡന്റ് പ്രതാപൻ മേനോദ്, സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ, ട്രഷറർ ഇബ്രാഹിം കുട്ടി, വൈസ് പ്രസിഡന്റ് സുഭദ്ര, വോളണ്ടിയർ ഷരീഫ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. ആൽഫ തറവാട്ടിലെ ആശിഷ് കെയർ ഹോം അംഗമായിരുന്ന നമ്പിയത്ത് വാസുദേവൻ ഭാര്യ മനോഹരി 72 വയസ്സ് നിര്യാതയായി. ചലനശേഷി പരിമിതിയുള്ള മകൻ നിതിനും വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളുള്ള വാസുദേവനുമടങ്ങുന്ന കുടുംബം 6 വർഷമായി ആശിഷിന്റെ സംരക്ഷണയിലായിരുന്നു. വിവിധ രോഗങ്ങളാൽ അവശയായിരുന്ന മനോഹരി സംസാരശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ആശിഷിൽ എത്തിയത്. മനോഹരിയുടെ സഞ്ചയന കർമ്മം ജനുവരി 31 ശനിയാഴ്ച രാവിലെ 9 മണിക്കും അടിയന്തിരം ഫെബ്രുവരി 5-നും ആശിഷിൽ നടക്കും. ചെയർമാൻ KM നൂറുദ്ദീൻ, നാട്ടിക MLA CC മുകുന്ദൻ, ആൽഫ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. കമ്പാഷനേറ്റ് കേരളം പദ്ധതിക്ക് കീഴിലുള്ള ഓരോ സെന്ററുകളിലെയും ഭാരവാഹികളും പ്രവർത്തകരുമായി ചെയർമാൻ പ്രത്യേകം ഓൺലൈൻ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇന്ന് വൈകിട്ട് 4 മണിക്ക് നെടുമങ്ങാട് സെന്ററിലും 5 മണിക്ക് തിരുവല്ല സെന്ററിലും യോഗം നടത്തി. 28-ന് രാത്രി 7 മണിക്ക് കൽപ്പറ്റ സെന്റർ, 29-ന് ഉച്ചകഴിഞ്ഞ് 4-ന് ഏറ്റുമാനൂർ, 5 മണിക്ക് പുനലൂർ സെന്റർ, ഫെബ്രുവരി 1 ഞായർ രാത്രി 9 മണിക്ക് മൂവാറ്റുപുഴ സെന്റർ എന്നിങ്ങനെയാണ് യോഗങ്ങൾ നടക്കുക. ആൽഫ ചാലക്കുടി സെന്ററിന്റെ വാർഷിക പൊതുയോഗവും പരിചരണത്തിലിരിക്കുന്നവരുടെ സംഘവും സംയുക്തമായി ചാലക്കുടി ലയൺസ് ക്ലബ് ഹാളിൽ നടന്നു. ജോർജ് തോമസ് സ്വാഗതം പറഞ്ഞു. മികച്ച നിലയിൽ പരിചരണം നടത്തുന്ന 2 രോഗി പരിചാരകർ ചേർന്ന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് അവരെ ആദരിച്ചു. റോസി ലാസർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഉഷാദേവി റിപ്പോർട്ടും ട്രഷറർ ലീല പൗലോസ് കണക്കും അവതരിപ്പിച്ചു. സെൻട്രൽ കൗൺസിൽ അംഗം ലൂക്കോസ് തങ്കച്ചൻ നന്ദി പറഞ്ഞു. പുതിയ ഭാരവാഹികളായി ഉഷാദേവി പ്രസിഡന്റ്, ജോർജ് തോമസ് സെക്രട്ടറി, ലീല പൗലോസ് ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. തുമ്പൂർ സുബ്രഹ്മണ്യൻ മാഷിന്റെ സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.